എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സൂറത്തുർ റഹ്മാനിൽ 31 പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഈ വചനത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും അനുഗ്രഹങ്ങൾ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും ഹൃദയാന്തരങ്ങളുടെ ഉള്ളറകളിലേക്ക് കീറിമുറിക്കുന്ന ഒരു ചോദ്യമാണിത്. അള്ളാഹു ഓരോ മനുഷ്യരോടും ഓരോ ജിന്നിനോടും ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾക്ക് എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു, ആ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് എന്ന് ആ സൂറത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പറയുന്നത് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചവനാണ് അള്ളാഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു മനുഷ്യരുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ്. മനുഷ്യർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരുങ്ങിയാൽ അവനൊരിക്കലും അത് സാധിക്കില്ല എന്നാണ്. സുഹൃത്തുക്കളെ, പലപ്പോഴും നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി തോന്നാതിരിക്കാനുള്ള കാരണം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നമ്മുടെ അനുഗ്രഹങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ആളുകളുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിപ്പോകുമ്പോഴാണ്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ വെള്ളിയാഴ്ച ഓഫ് ഉണ്ടാവും. അവൻ നോക്കുന്നത് ആഴ്ചയിൽ 2 ദിവസം ലീവ് കിട്ടുന്ന ആളിലേക്കാണ്. വെള്ളിയും ശനിയും അവൻ ലീവ് ലഭിക്കുന്നു. അവന് 8 മണിക്കൂർ ജോലി ചെയ്താൽ എന്നെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്നു. പക്ഷെ ഞാനോ 10-12 മണിക്കൂർ ജോലി ചെയ്തിട്ട് അവനേക്കാൾ കുറഞ്ഞ ശമ്പളമാണല്ലോ കിട്ടുന്നത് എന്നാലോചിക്കുമ്പോൾ ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധിക്കില്ല. മറിച്ച് അവൻ ചിന്തിക്കേണ്ടത് അവനേക്കാൾ താഴ്ന്നവനിലേക്ക്, ജോലിയില്ലാത്തവനിലേക്ക്, ഈ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത് വന്നിട്ട് ജോലിയില്ലാതെ അലയുന്ന മാസങ്ങളായി മറ്റുള്ളവരുടെ ഒരു ഔദാര്യത്തിൽ ജീവിക്കുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എത്രമാത്രം വലുതാണ്. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ താഴെ ആളിലേക്ക് നോക്കണം എപ്പോഴും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ ജിന്നുകൾ പറഞ്ഞിരുന്നതായി ഹദീസിലൂടെ വരുന്നു, ഈ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളൊന്നും എന്തു ചെയ്യുന്നില്ല, വ്യാജമാക്കുന്നില്ല, നീയാണ് നിനക്കാണ് സർവസ്തുതി, ഫലക്കൽ ഹംദ് എന്നാണ് ജിന്നുകൾ പറഞ്ഞിരുന്നത് എന്നത് സ്വഹീഹായ ഹദീസിലൂടെ വരുന്നു. ആ വാക്കുകൾ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അള്ളാഹു ഈ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ നമുക്കും അതിനുള്ള ഉത്തരം അതാണ്. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നിന്റെ അനുഗ്രഹങ്ങളെ ഒന്നിനെയും ഞങ്ങൾ വ്യാജമാക്കുന്നില്ല, നിനക്കാണ് സർവസ്തുതിയും എന്ന് ഉള്ളിൽ നിന്നും വരേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. എന്നിട്ടും എന്തേ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്? എന്തേ നമുക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്? നമ്മുടെ ഇച്ഛകൾ, ആർത്തികൾ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ തൻപോരിമ, അതൊക്കെയാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. എന്നെ പഠിപ്പിക്കാൻ ആരാണോ എന്ന ആ ഒരു ഉള്ളിലുള്ള വിചാരം, ഞാൻ എന്തോ ആണ് എന്നുള്ള ഒരു സംഭവം, ഞാനൊരു സംഭവമാണ് എന്ന് ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെയുള്ളത് ഒരു പ്രശ്നമാണ് അള്ളാഹുവിനനുസരിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എത്രമാത്രമാണെന്ന് ഓരോ മനുഷ്യരും ചിന്തിക്കുമ്പോൾ അവൻ്റെ അനുഗ്രഹങ്ങളുടെ വലിപ്പവും ആഴവും മനസ്സിലാവും. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. 3 ഇരുട്ടറകൾക്കുള്ളിലാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. മ്ലേച്ഛമായ ഒരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്.
പ്രകാശമില്ലാത്ത ഒരു 3 ഇരുട്ടറകളിൽ ഉള്ളിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന് ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ ഈ 3 വസ്തുക്കളും അല്ലെങ്കിൽ പ്രകാശമുള്ള ഒരു നല്ല മെറ്റീരിയലിൽ നിന്നാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അതുപോലെ കുടുസായ സ്ഥലത്തല്ല, വിശാലമായ സ്ഥലത്താണ് മനുഷ്യനെ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാക്കുക. പക്ഷേ ഈ 3 വസ്തുക്കളെയും പ്രകാശമില്ലാത്ത കുടുസായ മ്ലേച്ഛമായ ഒരു വസ്തുവിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് അവന് കണ്ണും കാതും കേൾവിയും കാഴ്ചയും സംസാരിക്കാനുള്ള ശേഷിയും ചിന്തിക്കാനുള്ള ബുദ്ധിയും നടക്കാനുള്ള കൈക്കാലുകളും ഒക്കെ നൽകി അവൻ മനുഷ്യനെ ഇങ്ങനെ സംരക്ഷിച്ച് വരുന്നത് അവനനുസരിക്കാൻ വേണ്ടിയാണ്, അവനെ അറിയാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നമ്മളാണ്. നാം ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ, അവൻ്റെ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ സമയം ഈ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇങ്ങനെ കളഞ്ഞു കുളിച്ചാൽ നഷ്ടം നമുക്കാണ്. ഈ ദുനിയാവിൻ്റെ നിസ്സാരതയിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള മടക്കം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിനു മുമ്പേ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കെല്ലാം സാധിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.